അങ്ങനെ ഒരു ദിവസം കൊണ്ട് DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ നിന്ന് രാജ്യത്തെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകരുടെ താരമായി മാറാൻ, അതിനു പുറത്തും രാജ്യത്തിനാകെ അഭിമാനമാകാൻ, സൂപ്പർ സ്റ്റാറായി മാറാൻ, വണ്ടർ ലേഡിയായി മാറാൻ ജമീമ റോഡ്രിഗസിന് കഴിഞ്ഞു എന്നതാണ് ഈ മാച്ചിന്റെ വലിയ സവിശേഷതയായി എടുത്തു പറയേണ്ടത്. അവർ പ്ലെയർ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടു. അതിനുശേഷം സ്വാഭാവികമായും ഉണ്ടാകുന്ന ചോദ്യങ്ങൾ അവരോട് വന്നു. ആ ഘട്ടത്തിൽ അവർ പറഞ്ഞ വാക്കുകൾ രാജ്യമാകെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്താണ് പറയാനുള്ളത്? വൈകാരിക മുഹൂർത്തമാണല്ലോ എന്ന് അവതാരകൻ ചോദിക്കുമ്പോഴുള്ള അവരുടെ മറുപടി, യേശുവിന് നന്ദി, എനിക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല. യേശുവിലൂടെയാണ് ഞാൻ ഇത് നേടിയത്, അല്ലെങ്കിൽ ആ പിന്തുണ കൊണ്ടാണ് എനിക്കിത് സാധ്യമായത്, എനിക്ക് ഒറ്റയ്ക്ക് കഴിയുമായിരുന്നില്ല എന്നതായിരുന്നു അവരുടെ മറുപടി. ഇതിന് മറ്റൊരു കഥ കൂടി കേട്ടാലേ അവരുടെ ഈ വിശ്വാസ സാക്ഷ്യം പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു വിശ്വാസം എന്തിനാണ് കളിക്കളത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്ന പ്രസക്തമായ ചോദ്യം അവിടെ അവശേഷിക്കുമല്ലോ. ഒരു വർഷം മുൻപാണ് മുംബൈയിലെ ജിംഖാന ക്ലബിൽ നിന്ന് ജമീമ റോഡ്രിഗസിന്റെ അംഗത്വം റദ്ദാക്കുന്നത്. അതിന് കാരണമായത് ജമീമയുടെ പിതാവ് ഇവാൻ റോഡ്രിഗസ് ഒരു പ്രയർ മീറ്റിങ്ങിനായി ഈ ക്ലബിലെ ഹാൾ ബുക്ക് ചെയ്യുന്നു. അവിടെ ഈ പ്രയർ മീറ്റിംഗ് നടത്തുന്നതിനെ ചൊല്ലിയുള്ള വിവാദം ഉയരുന്നു. മതം മാറ്റക്കാരൻ എന്ന ബ്രാൻഡിങ് ജമീമയുടെ പിതാവിനെ ചാർത്തിക്കിട്ടുന്നു. പിന്നീട് ആ അംഗത്വം തന്നെ റദ്ദാക്കുന്നതിലേക്ക് പോയി എന്നതാണ്. കൃത്യം ഒരു വർഷത്തിന് ശേഷം അവർ തൻ്റെ വിശ്വാസ സാക്ഷ്യം ഉയർത്തി പറയുമ്പോൾ അതിലൊരു കാവ്യനീതിയുണ്ട് എന്ന് സമൂഹ മാധ്യമങ്ങൾ പറയുന്നു. കഠിനാധ്വാനം കൊണ്ട് അവർ പൊരുതി നേടിയ വിജയമാണ്. ജിംഖാന ക്ലബിലെ അംഗത്വം നിഷേധിക്കപ്പെട്ടത്, റദ്ദാക്കപ്പെട്ടത് അവർക്ക് അപമാനമായിരുന്നു. വിശ്വാസത്തിൻ്റെ പേരിൽ ഒരു അനീതി ആരും നേരിടേണ്ടതില്ല എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്.